ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ റിയാദിൽ നിന്ന് ദമാമിലോട്ട് പോകാനുള്ള ഒരു പ്ലാനാണ്. ആദ്യമായിട്ടാണ് റെയിൽവേയിൽ പോകുന്നത്. ഒരു ലോങ് ജേണിയാണ്. വെൽക്കം ടു ജോ ലൈഫ്. എൻ്റെ സുഹൃത്തുക്കളാണ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയത്. സൗദി അറേബ്യ റെയിൽവേസ് SAR ലോങ് ട്രിപ്പ് സർവീസ് നടത്തുന്ന റിയാദ് ദമാം സർവീസിന് SAR എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റിയാദ് റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ഗേറ്റാണിത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. നമുക്കിവിടെ വന്ന് നേരിട്ടും ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. ഞാൻ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ടിക്കറ്റ് എടുക്കുന്നതിനെക്കുറിച്ചിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിക്കാനായിട്ട് എന്തെങ്കിലും ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയാൽ അത്രയും നമുക്ക് ലാഭമാണ്. ട്രെയിനകത്ത് വെച്ച് കഴിക്കാമല്ലോ. കാരണം ട്രെയിനകത്ത് കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഒരു യൂണിക് ഡിസൈനാണ് ഈ റെയിൽവേ സ്റ്റേഷനുള്ളത്. ഇതേ മാതൃകയിൽ തന്നെയാണ് ദമാം റെയിൽവേ സ്റ്റേഷനും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഹാഫ് ആൻ അവേഴ്സ് മുന്നേ നമ്മൾ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കണം. കാരണം ചെക്കിംഗ് ഉണ്ട്. ആ സമയത്ത് മാത്രമേ അവർ ആ ഗേറ്റ് തുറക്കത്തുള്ളൂ. റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതൊക്കെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണെന്നാണ് തോന്നുന്നത്. ലഗേജ് അസിസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം സ്റ്റാഫുകളുണ്ട് കേട്ടോ. ഇത് എയർപോർട്ടിൽ പോകുന്ന പോലെ ട്രോളിയിലാണ് ഇവിടെ എല്ലാം കൊണ്ടുപോകുന്നത്. റിയാദ് ദമാമിലോട്ട് പോകുന്ന ട്രെയിനിൻ്റെ ഗേറ്റാണ് ഇപ്പോൾ ഇത് അടച്ചിട്ടേക്കാണ്. എയർപോർട്ട് ചെയ്യുന്ന പോലെ ബാഗ് ചെക്കിങ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ലഗേജ് കൊണ്ടുപോകുന്ന പ്രത്യേകം ചില നിബന്ധനകളുണ്ട്. അതിൻ്റെ നീളവും വീതിയും അവർ കാണിച്ചിട്ടുണ്ട്. അവർക്ക് സംശയമുണ്ടെങ്കിൽ ഈ റാക്കിൽ വെച്ച് കാണിക്കാൻ പറയും. അപ്പോൾ ഇതിൽ വലിയ ലഗേജുകളാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. 60 റിയാൽ 100 റിയാൽ അങ്ങനെയാണ് റേറ്റുകൾ വരുന്നത്. ട്രെയിൻ പുറപ്പെടുന്നതിന് 15 മിനിറ്റ് മുന്നേ ഗേറ്റ് തുറന്നു. അതിമനോഹരമായിട്ടുള്ള ലൈറ്റിൻ്റെ അലങ്കാരങ്ങളാണ് ഇവിടെ. പക്ഷേ പകലിൽ കാണാനത്ര ഭംഗിയില്ല. എനിക്ക് തോന്നുന്നു ദമാമിൽ ഇറങ്ങുമ്പോൾ ഇത് കാണാൻ പറ്റും. രാത്രിയിൽ ഇതിൻ്റെ വൈബ് ഒന്ന് വേറെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ദമാമിലോട്ട് പോകേണ്ട ട്രെയിൻ. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ നാട്ടിലെ എൻജിൻ കമ്പാർട്ട്മെൻറ്റ് അത്രയും വലിപ്പം ഇല്ല കേട്ടോ. B ക്ലാസ്സാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്.
കയറുമ്പോൾ തന്നെ ലഗേജ് വെക്കാനുള്ള സ്പേസ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. നല്ല വൃത്തിയും ഭംഗിയും ഒക്കെ ഉള്ളതാണ് കേട്ടോ ഈ കമ്പാർട്ട്മെൻറ്റൊക്കെ. 52B അങ്ങനെ എൻ്റെ സീറ്റ് ഞാൻ കണ്ടെത്തി. ഒറ്റയ്ക്കുള്ള ട്രെയിൻ യാത്ര ആയതുകൊണ്ട് സിംഗിൾ സൈഡ് സീറ്റാണ് ഞാൻ ബുക്ക് ചെയ്തത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ടേബിൾ വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ നിവർത്തി വെക്കാൻ പറ്റും. നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ മുകളിലും നമുക്ക് ബാഗ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഒരു സൈഡിൽ 2 ലെയർ സീറ്റും മറ്റേ സൈഡിൽ സിംഗിൾ ലെയർ സീറ്റുമാണ്. എൻ്റെ കോച്ചിൻ്റെ തൊട്ട് പുറകിലായിട്ട് പാൻട്രി കാറും ഉണ്ടായിരുന്നു. ഇത് മറ്റൊരു കാറ്റഗറിയിൽ വരുന്ന കോച്ചാണ്. സീറ്റിന് താഴ്ഭാഗത്തായിട്ടാണ് ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് ലൈറ്റ് കൺട്രോൾ സ്വിച്ച് ഉണ്ട്. ഫ്ലൈറ്റിലുള്ളതുപോലെ നമുക്ക് പേഴ്സണലി ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റാണ്. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ് കേട്ടോ. അങ്ങനെ ട്രെയിൻ കൃത്യസമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇവിടെ ഇല്ല. 2 or 3 പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവത്തുള്ളൂ. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ തന്നെ പാൻട്രി സർവീസും ആരംഭിച്ചു. റിയാദിൽ നിന്നും അധികം യാത്രക്കാരില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ സീറ്റൊക്കെ മാറിയിരുന്ന് കാഴ്ചകളിങ്ങനെ ആസ്വദിച്ചു. വല്ലപ്പോഴും യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഓരോ യാത്രകളിലെ കാഴ്ചകളും കണ്ട് ആസ്വദിച്ചു പോകുന്നത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. എഞ്ചിൽ നിന്നും 2ാമത്തെ കോച്ചാണിത്. പക്ഷെ നല്ല കംഫർട്ടാണ്. നമുക്കൊരു ഡിസ്റ്റർബൻസോ സൗണ്ടോ ഒന്നുമില്ല. പറ്റുമെങ്കിൽ റിയാദ് ടു ദമാം അല്ലെങ്കിൽ ദമാം ടു റിയാദ് പോകുന്ന സമയത്ത് ട്രെയിനൊക്കെ ഒന്ന് ചൂസ് ചെയ്യൂ. ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. റിയാദിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആകെ 2 സ്റ്റേഷനേ നമുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ ദമാമിലോട്ടാണ്. റിയാദ്, ദെൻ ഹൊഫൂഫ്, ദെൻ അബ്കേക്ക്, ദെൻ ദമാം. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മേടിച്ച ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. നാല് മുതൽ 5 മണിക്കൂർ എടുക്കും ദമാമിലെത്താനായിട്ട്.
എൻ്റെ സീറ്റിന് തൊട്ട് എതിർവശത്തായിട്ട് 2 ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അവരോട് കുറച്ച് നേരം ഞാനങ്ങനെ സംസാരിച്ചിരുന്നു. ഈ ട്രെയിനിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പുറത്തെ മരുഭൂമി കാഴ്ചകൾ കാണാൻ ഭംഗിയാണെങ്കിലും ഈ മരുഭൂമിക്കുള്ളിലും ജോലി ചെയ്യുന്ന ഒത്തിരി പ്രവാസികളുണ്ട് എന്നതാണ് സത്യം. ഹൊഫൂഫ് സ്റ്റേഷൻ എത്താറായി. ഹൊഫൂഫ് റെയിൽവേ സ്റ്റേഷനാണിത്. ട്രെയിനിൽ ഈ വാട്ടർ ബോട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇതിലെ റെഡ് ബട്ടൺ അമർത്തിയാൽ ഡോർ ക്ലോസ് ആകും. ഇതിലെ ഗ്രീൻ ബട്ടൺ അമർത്തിയാൽ ഡോർ ഓപ്പൺ ആകും. അങ്ങനെ ലാസ്റ്റ് സ്റ്റേഷൻ ദമാം എത്തിയിരിക്കുകയാണ്. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ എത്തുകയും ചെയ്തു കേട്ടോ. റിയാദിൽ കണ്ട ആ ലൈറ്റിൻ്റെ രാത്രി കാഴ്ചകൾ അതിമനോഹരമാണ്. റിയാദ് റെയിൽവേ സ്റ്റേഷൻ്റെ അതേ ഘടന തന്നെയാണ് ദമാം റെയിൽവേ സ്റ്റേഷനും. അവിടെ കണ്ട അതേ ഷോപ്പ് അതേ ഡിസൈനിൽ ഇവിടെയുണ്ട്. ഫൈനലി എൻ്റെ ലഗേജ് ഇതേ വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ റിയാദ് റെയിൽവേ യാത്രയുടെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ദിസ് ഇസ് വൈൻഡ് അപ്പ് ജോ ലൈഫ്.